നീ എന്താ പറഞ്ഞത്? ചന്ദ്രോത്തിന് അവരൊക്കെ ഒന്ന് പടിയിറങ്ങാന്നോ? അതെ, ആ വിവരം നേരിട്ട് അറിയിക്കാനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. എനിക്കെതിരെ കോടതിയിൽ മൊഴി കൊടുക്കാൻ പോവല്ലേ നിങ്ങള്? എങ്ങനെയാ സിദ്ധാർത്ഥൻ എന്നെ ഇവിടെ എത്തിച്ചെന്നൊക്കെ കോടതിയിൽ പറയാൻ പോവല്ലേ? ഈ കേസ് തന്നെ മുന്നോട്ട് പോവില്ല. അതിനു മുമ്പ് ചന്ദ്രോത്തുകാര് കൂട്ട ആത്മഹത്യ ചെയ്യും. ഞാനൊരു മുന്നറിയിപ്പ് തരാൻ കൂടിയാ രാവിലെ ഇങ്ങോട്ട് വന്നത്. എനിക്കെതിരെ കോടതിയിൽ എന്തെങ്കിലും പറഞ്ഞ ചന്ദ്രോത്തുകാരുടെ ഗതി നിങ്ങൾക്കും വരും. ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങേണ്ടി വരും. വേണ്ട, മാറ്റണ്ട. തല്ലിക്കോട്ടെ, ശരിക്കും തല്ലിക്കോട്ടെ. വേണമെങ്കിൽ നിങ്ങളും തല്ലേ. എന്റെ സ്വഭാവം അനുസരിച്ച് എന്നെ തല്ലി ആരെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. ഇതിപ്പോ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്താണെന്നറിയോ? ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന ദിവസമെന്ന ദേവികയ്ക്ക് മുന്നിൽ ഞാൻ ശബ്ദം ചെയ്തത് നിറവേറ്റുന്ന ദിവസം. അന്നവൾ എന്താ പറഞ്ഞ്? ചന്ദ്രോത്തുനിന്ന് ഇറങ്ങിപ്പോവേണ്ടി വന്ന എന്ത് വില കൊടുത്തും തിരിച്ചു കയറൂന്ന. നടക്കില്ല. ചന്ദ്രോത്ത് തേവക്കാട്ടുകാരെ ലേലത്തിൽ പിടിക്കും. അതിനെ ഒരു സ്ഥാപനമാക്കും. ഞാൻ അതിന്റെ MD ആവും. എന്റെ അച്ഛന്റെ കുടുംബത്തിന് ഇതുപോലൊരു ഗതികേട് വരുമ്പോ വാസ്തവത്തിൽ വിഷമിക്കേണ്ടതാ. പക്ഷെ ഇന്ന് എനിക്ക് ആഘോഷിക്കാനാ തോന്നുന്നേ. മോളെ നോക്ക്, ഞങ്ങൾ നിന്റെ കാല് പിടിച്ച് പറയാ. എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ആ ജപ്തി ഒന്ന് ഒഴിവാക്കി കൊടുക്കണം. 100 പുണ്യം കിട്ടും മോളെ. മോളെ, ഞാൻ നിന്നോട് യാചിക്കുക. എങ്ങനെ? തലമുടിക്ക് കുത്തിപ്പിടിച്ച് തല്ലിട്ടിപ്പം കാല് പിടിക്കുന്ന? ആരുടെയും കണ്ണീരെനിക്ക് കാണണ്ട. ഇന്നെന്റെ ആഘോഷ ദിവസം, അത് ഞാൻ ആഘോഷിക്കും. തനൂജ ആരാണെന്ന് നിങ്ങൾ ഇനിയാ അറിയാൻ പോകുന്നേ. നിങ്ങൾ മാത്രമല്ല, ആ ചന്ദ്രത്തുള്ള എല്ലാവരും. എന്റെ അച്ഛനടക്കം ഇനി തനൂജ എന്താണെന്ന് അറിയാൻ പോകുന്നേ ഉള്ളൂ. ചേട്ടൻ വന്നോ? ഇവരെ കാര്യങ്ങളൊക്കെ അറിയിച്ചല്ലോ അല്ലേ? ആ, അത് പറഞ്ഞോണ്ടിരിക്ക. ഇതിന്റെ ഇടയിൽ കവളത്തൊരു തല്ല് കിട്ടി. ആണോ? ആരാടോ തനുജയെ തല്ലിയത്? ആരാണ്? ചേട്ടാ, അത് വിട്ടേക്ക്. ഇത്രയും കാലം വളർത്തിയിട്ട് ഒരു തല്ലെങ്കിലും വാങ്ങിയില്ലെന്ന് വേണ്ട. സാർ, ആ സിദ്ധാർത്ഥൻ സാറിനെ ദ്രോഹിക്കരുത്. അദ്ദേഹം ഒരു പാവമാണ്. നല്ല മനുഷ്യനാ സാർ. പിന്നെ തനുജയുടെ അച്ഛൻ സിദ്ധാർത്ഥൻ സാറല്ല. ചേട്ടാ വേണ്ട, ഇന്നത്തെ ദിവസം എന്തായാലും വേണ്ട. ചേട്ടന്റെ ഒറ്റ അടി മതി. പിന്നെ ഇവിടെ വേറെ എന്തെങ്കിലും ചടങ്ങ് നടത്തേണ്ടി വരും. എടാ, ആരോടാ നീ സംസാരിക്കുന്നെന്ന് ആലോചിച്ചു വേണം. ത്യാഗരാജനെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല. നീ ഇവിടുന്ന് റെഡിയാവ്. നമുക്കൊരു സ്ഥലം വരെ പോണം. എവിടെയാ ചേട്ടാ? പറയാം. നീ പെട്ടെന്ന് ഇറങ്ങ്. ഒരു മിനിറ്റ്. എടാ കിളവാ, ഇത്രയും നാളും സിദ്ധാർത്ഥന് എറിഞ്ഞു തന്ന എല്ലും കഷ്ണവും കടിച്ച് തനുജ നിങ്ങളങ്ങ് ദ്രോഹിച്ചു. ഇനി അത് വേണ്ട. ചന്ദ്രോത്ത് വീടും വീട്ടുകാരും തീരുന്നത് വരെ അവളെ എനിക്ക് വേണം.
കേട്ടല്ലോ. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.